ഹായ്, നമുക്കിന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. എല്ലാവർക്കും അറിയാം ചിക്കൻ കറി, എന്നാലും നമ്മുടെ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുറച്ച് ഓയിൽ ഒഴിക്കുക, ഒരു 3 ടേബിൾ സ്പൂൺ. അതിനുശേഷം പെരിഞ്ജീരകം ഇടുക. പിന്നെ ഒരു 7-8 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് ഇഞ്ചി. 1 കിലോ ചിക്കനാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു 4 സവോള നമ്മൾ എടുത്തിട്ടുണ്ട്. സവോള ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി വാടിയതിന് ശേഷം അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. എല്ലാവർക്കും അറിയാം, ഉപ്പിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉള്ളി വാടി കിട്ടും. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ടീസ്പൂണുകൾ വേണം. ഒന്നര ടീസ്പൂൺ മുളക് പൊടി കുറവ് മതിയോ? നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. പച്ചമുളക് മാറുമ്പോൾ നമ്മൾ മിക്സ് ചെയ്യണം. എത്ര നേരം മിക്സ് ചെയ്യണം? പച്ചമുളക് മാറുമ്പോൾ നമ്മൾ മിക്സ് ചെയ്യണം. എത്ര മിനിറ്റ് എടുക്കും? എത്ര മിനിറ്റ് എടുക്കും നമ്മൾ മണം ശ്രദ്ധിക്കണം. മണം വന്ന് തുടങ്ങി. അപ്പോൾ ജസ്റ്റ് അത് മൂത്ത് റെഡിയാകുന്ന ഇങ്ങനെ നന്നായി കളക്കി കൊടുത്തോണ്ടിരിക്കുക, നിർത്താതെ. അത് കഴിഞ്ഞിട്ട് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി, തക്കാളി വേകാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കണം. എത്ര നേരം മൂടി വെക്കണം? തക്കാളി വേകുന്നത് വരെ എത്ര ടൈം എടുക്കും? ഒരു 2 മിനിറ്റ്സ്. 2 മിനിറ്റ് ആയിട്ടുണ്ടല്ലേ? തക്കാളി വെന്ത്. തക്കാളി ഇനി എന്താ ചെയ്യണ്ടേ? ഒന്നും ചെയ്യാനില്ല, ഇതിനകത്ത് ചിക്കൻ എടുത്തിട്ട് കൊടുത്താൽ മാത്രം. ഓക്കെ, ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുക. എത്ര കിലോ ചിക്കൻ ഉണ്ട്? 1 kg 100 gram. 1 കിലോ 100 ഗ്രാം അല്ലേ? നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള അളവിലാണ് കിട്ടുന്നത്. ഇന്റേണൽ ഓർഗൻസ് ഒക്കെ മാറ്റിയിട്ട് ചിക്കൻ മാത്രമായിട്ട് കിട്ടുന്നത്. അപ്പോൾ അത് 1 കിലോ 100 ഗ്രാം ഉണ്ട്. അതിന് 4 സവോളയാണ് എടുത്തിരിക്കുന്നത്. ഒരു ഉണ്ട വെളുത്തുള്ളി, 1 ഇഞ്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് അല്ലേ? ഉണ്ട വെളുത്തുള്ളി നമുക്കിവിടെ കിട്ടുന്ന ചൈനീസ് വെളുത്തുള്ളി, അതാകുമ്പോൾ ഒരു 5 അല്ലി ഇഞ്ചി. ഓക്കെ ഓക്കെ. നിഷാന്തേട്ടൻ്റെ കറികളൊക്കെ നല്ല ടേസ്റ്റിയാണ്. നല്ല നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കൊക്കെ ഭയങ്കര ഫേമസ് ആണ് നിഷാന്തേട്ടൻ്റെ കുക്കിങ്. അപ്പോൾ ആള് പറയുന്ന പോലെ ചെയ്ത് നോക്ക്, എന്നിട്ട് പറയണേ. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മളത് ഓപ്പൺ ആക്കി. അപ്പോൾ ഇത് വെള്ളം ഒഴിക്കണ്ടേ നിഷാന്തേട്ടാ? വെള്ളം തന്നെ ഇതിൽ നിന്ന് ഇറങ്ങി വരും അല്ലേ ചിക്കനകത്ത്? കാശ്മീരി മുളക് പൊടിയല്ലേ നിഷാന്തേട്ട യൂസ് ചെയ്തത്? ഇപ്പൊ ഗരം മസാല ഇനി എപ്പോഴാണ് ഇടുന്നത്? നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് മൂടി വെച്ചാൽ മതി. എത്ര മിനിറ്റ്? 10 മിനിറ്റ്സ് ഇരിക്കണം. ചിക്കൻ കുക്കായി വരാനായി ചെറിയ തീയിൽ 10 മിനിറ്റ്സ്. ഓക്കെ, എത്ര മിനിറ്റ് ആയി നിഷാന്തേട്ടാ? 4
5 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ ഇളക്കി കൊടുക്കുകയാണ്. പക്ഷെ അതിന്റെ വെള്ളം ഒന്നും ആഡ് ചെയ്തിട്ടില്ല, എന്നിട്ട് ചിക്കനകത്ത് നിന്ന് വന്ന വെള്ളം അതല്ലേ? ഓക്കെ. ചിക്കനൊക്കെ ഇളകി വരുന്നുണ്ടല്ലോ, അപ്പൊ വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഏകദേശം. നിഷ എന്നിട്ട് ഇപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കുമോ അതോ ലാസ്റ്റ് ആണോ ടേസ്റ്റ് ചെയ്യുന്നത്? ഇപ്പൊ എത്ര മിനിറ്റ് ചേട്ടാ? 10 മിനിറ്റ്സ് ആയിട്ടില്ല. 10 മിനിറ്റ്സ് കൊണ്ട് അതിന്റെ കൺസിസ്റ്റൻസി എല്ലാം കറക്റ്റ് ആയി. വെള്ളം ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ. ഉള്ളി എല്ലാം നല്ല വെന്ത് ഉടഞ്ഞ് ഉള്ളി ഒന്നും കാണാനേ ഇല്ല അല്ലേ? ഓക്കെ. ഇനി എന്തൊക്കെ ആഡ് ചെയ്താ നമ്മൾ ഇറക്കുന്നത്? ഉപ്പ് കറക്റ്റ് ആണല്ലേ? കറക്റ്റ് ആയി. ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്. ഇനി ഇതിനകത്ത് നമ്മൾ കറിവേപ്പില, ഒരു പിടി കറിവേപ്പില അല്ലേ? ഓക്കെ. ഒരു 2 പച്ചമുളക് കീറി. അതിപ്പോഴാണ് ഇടേണ്ടത്? ഓക്കെ. ഓക്കെ, മിക്സ് ചെയ്തു. ഇനി എന്തെങ്കിലും ലാസ്റ്റ് ആഡ് ചെയ്യണോ? നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതല്ലേ? നമ്മൾ തന്നെ പൊടിച്ച് വെച്ചേക്കുന്നത്. നമ്മൾ ഗരം മസാല പുറത്തുനിന്ന് വാങ്ങാറേ ഇല്ല, വീട്ടിൽ തന്നെ മസാലക്കൂട്ട് വാങ്ങിയിട്ട് നമ്മൾ പൊടിച്ചെടുക്കുകയാണ്. ഓക്കെ, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. നന്നായി മിക്സ് ചെയ്യണം. ഓക്കെ. അപ്പൊ നിഷ എന്നിട്ട് ടോട്ടൽ എത്ര ടൈം എടുത്തു ചിക്കൻ കറി വെക്കാൻ? ഒരു 30 മിനിറ്റ്സ്. കുക്കിംഗ് ടൈം? കുക്കിംഗ് ടൈം ഇപ്പം പറഞ്ഞ ഒരു 10 മിനിറ്റ്സ്, 15 മിനിറ്റ്സ്, മാക്സിമം 20 മിനിറ്റ്സ്. കുക്കിംഗ് ആൻഡ് കട്ടിംഗ് എല്ലാം കൂടെ 30 മിനിറ്റ്സ്. ഇങ്ങനെ വെക്കുക അല്ലേ? ലൂസ് ആക്കേണ്ടവർക്ക് ഇത് ലൂസ് ആക്കാവോ? ലൂസ് ആകണ്ടെന്നുണ്ടെങ്കിൽ ശകലം വെള്ളം ചേർത്ത് കൊടുക്കണം. ചൂടുവെള്ളം അല്ലേ? ചൂടുവെള്ളം. പക്ഷെ നമുക്ക് ഈ കൺസിസ്റ്റൻസിയാണ് ഇഷ്ടം. ഇത് ഇങ്ങനെ ഇരിക്കും, നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ കഴിഞ്ഞില്ലേ? താങ്ക് യു.